എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന UPSന്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പുള്ള ഒരു വീഡിയോ ആണ്. മറ്റേതല്ല, ഫ്രണ്ടെക് എന്ന കമ്പനിയുടെ ബേസിക് അതായത് സ്റ്റാർട്ടിംഗ് മോഡലായിട്ടുള്ള ഒരു UPSന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഫ്രണ്ടെക്കിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലായിട്ടുള്ള UPS ഇലക്ട്ര 70225 പറഞ്ഞ മോഡൽ. കമ്പ്യൂട്ടർ UPSകളിലെ ഏറ്റവും ബേസിക് UPS വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, അതായത് വില കുറഞ്ഞ പ്രിൻ്ററാണ് ഫ്രണ്ടെക്കിൻ്റെ ഈ 70225 പറഞ്ഞ UPS. ഇപ്പം ബോക്സിൻ്റെ സൈഡിൽ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് എത്ര, ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര എന്നുള്ളതും പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത്, ബാറ്ററി ഏത് ടൈപ്പ് ബാറ്ററിയാണ് വരുന്നത്, ഓക്കെ, പിന്നെ ഇതിൽ LED കളേഴ്സ് ഇൻഡിക്കേഷൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാം ഈ ബോക്സിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത്. മറു സൈഡിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതിലെന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ട് എല്ലാം ഉള്ളത് ഒരു ബോക്സിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഫ്രണ്ടെക്കിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ UPSൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് മോഡൽ, ബേസിക് സ്റ്റാർട്ടിംഗ് മോഡൽ UPS ആണ് ഈ വരുന്നത്. അത് വില കുറഞ്ഞ UPSലെ ഏറ്റവും ചെറിയ വിലയുള്ള UPS ആണിത്. എന്നാലും കുഴപ്പമില്ല, എല്ലാത്തിൻ്റെയും പോലെ തന്നെ നല്ല ലൈഫും കാര്യങ്ങളെല്ലാം ഈ UPSന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ UPS ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നമുക്കിതിൻ്റെ യൂസർ മാനുവൽ കാണാൻ കഴിയും. ഒന്ന് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഈ യൂസർ മാനുവൽ. കാരണം ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് യൂസർ മാനുവലിലാണുള്ളത്. യൂസർ മാനുവൽ ഫ്രണ്ടിൽ തന്നെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വാറണ്ടി ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. 1 ഇയർ ബാറ്ററി വാറണ്ടിയും 2 ഇയർ ബോർഡ് വാറണ്ടിയാണ് വരുന്നത് നോർമലി. അത് ചില സമയത്ത് സൈറ്റ് സർവീസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ യൂസർ മാനുവലിൽ ഇതിൻ്റെ ഏകദേശം നമ്മൾ നേരത്തെ കണ്ട ബോക്സിൻ്റെ സൈഡിൽ കൊടുത്ത എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ യൂസർ മാനുവൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മൾ പല കസ്റ്റമേഴ്സും ഒരു കംപ്ലൈൻ്റ് ആവുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്യുക. ലേസർ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിൽ ഒരിക്കലും ഈ UPS കണക്ട് ചെയ്യാൻ പാടില്ല. ഇങ്ക് ടാങ്ക് പ്രിൻ്ററിലും ഡെസ്ക് ജെറ്റ് പ്രിൻ്ററും വേണമെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യാം, അത് കുഴപ്പമില്ല. ഇവിടെ അവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നെവർ കണക്ട് ലേസർ പ്രിൻ്റർ ഓർ സ്കാനർ ടു ബാറ്ററി ബാക്കപ്പ് ഔട്ട്ലെറ്റ് UPS. കാരണം ഇങ്ങനെ ഇത് ലേസർ പ്രിൻ്ററും ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UPSൻ്റെ ബാക്കപ്പിനെ കാര്യമായിട്ട് ബാധിക്കുന്ന മാത്രമല്ല UPSൻ്റെ ലൈഫിനെയും അത് കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ലേസർ പ്രിൻ്റർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ലേസർ പ്രിൻ്ററും ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും UPSലേക്ക് കണക്ട് ചെയ്യാൻ പാടില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. യൂസർ മാനുവൽ നമ്മൾ മാറ്റി വെച്ചു. ശേഷം നമുക്ക് ഈ UPS കാണുന്നുണ്ട്. UPS ഈ ബോക്സിൽ നിന്നും പുറത്തോട്ടെടുക്കാം. അതിന് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തല തിരിച്ച് ബോക്സ് വെക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. ഓക്കെ, വെച്ചതിന് ശേഷം ഈ ബോക്സ് മെല്ലെ ഓപ്പൺ ചെയ്ത് വെക്കുക. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് UPS കേടുപാടുകളൊന്നും ഇല്ലാതെ നമുക്ക് UPS പെട്ടെന്ന് നിന്നും ബോക്സിൽ നിന്നും പുറത്തോട്ട് വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ 2 തെർമോകോൾ പീസുകൾ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ 2 തെർമോകോൾ പീസും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കവർ റിമൂവ് ചെയ്യാം. കവർ ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കണ്ടില്ലേ? ഇതാണ് ഏകദേശം നമ്മുടെ UPSൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. കാരണം കുഴപ്പമില്ലാത്ത ഡിസൈൻ തന്നെയാണ് UPSന് വരുന്നത്. ഇതാണ് നമ്മൾ പവർ ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന പവർ കണക്ട് ചെയ്യേണ്ട ഭാഗമാണിത്. ആ പ്ലഗാണത്. UPSന് 3 പവർ സ്ലോട്ടുകളാണ് വരുന്നത്. ഓക്കെ, ആ 3ലും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ 3ലും ബാറ്ററി ബാക്കപ്പും അവൈലബിൾ ആണ്. ചില UPSൽ ചിലപ്പോൾ 4 പ്ലഗ് ഇൻ പോർട്ടുകൾ ഉണ്ടാവും. പക്ഷേ അതിലൊന്ന് ഈ ബാറ്ററി പവർ ഉണ്ടാവില്ല. പക്ഷേ ഇതിനങ്ങനല്ല, ഇത് 3 പോർട്ടിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഓൾറെഡി ചാർജ്ഡ് ആയിട്ടാണ് വരുന്നത്. എങ്കിൽ പോലും നിങ്ങളൊരു 2-3 മണിക്കൂർ ചാർജിന് വെക്കേണ്ടതുണ്ട്. കാരണം പുതിയ പീസല്ലേ, അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ആവാനുള്ള ടൈമിന് വേണ്ടിയിട്ടാണ് മിനിമം 2 മണിക്കൂർ ചാർജിങ് വെക്കേണ്ടതാണ്. അതേപോലെ 10 മിനിറ്റാണ് മാക്സിമം ബാക്കപ്പ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് UPS ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അത് ഓണാക്കി നോക്കാം.
ഓൺ ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.